ഇലക്ഷനൊക്കെ അടുത്ത് വരികയാണ് അല്ലേ? ആർക്ക് വോട്ട് ചെയ്യണം? കലാപം ഉണ്ടാക്കണം. വിശുദ്ധ ഖുർആനിന് വളരെ മനോഹരമായ ഉത്തരമുണ്ട്. ആരൊക്കെ ഇലക്ഷനിൽ നിൽക്കണം, ആരൊക്കെ വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണം, ജയിച്ചാൽ എന്തെല്ലാം ചെയ്യണം, പരിശുദ്ധ ഖുർആനിന് കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട്. സൂറത്തു നിസായിലെ 58-ാമത്തെ ആയത്ത് പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിലും ആ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നുണ്ട്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹ് കൽപ്പിക്കുകയാണ്, അമാനത്തുകൾ അവകാശികൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതായത് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു അമാനത്ത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട് വോട്ട് ചെയ്യപ്പെടുന്ന ആളെ കുറിച്ച്, അല്ലേ? അയാള് നാടിന് ഇന്നത് ചെയ്യും, റോഡുണ്ടാക്കി തരും, വെള്ളം തരും, അങ്ങനെ പല സ്വപ്നങ്ങളും നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ച് വോട്ട് ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യൻ, അവൻ വിജയിച്ചാൽ ഇതെല്ലാം തിരിച്ചു ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നല്ലാഹ യഅ്മുറുകും, നിങ്ങളോട് പടച്ചോൻ കൽപ്പിക്കുകയാണ്, അള്ളാന്റെ കൽപ്പനയാണ്, അള്ളാന്റെ ഹുക്കുമാണ്. എന്നിട്ടോ വഇദാ ഹക്കംതും ബൈനന്നാസ് ഫഹ്കുമൂ ബിൽ അദ്ൽ. ഇനി നിങ്ങളെങ്ങാനും ജയിച്ചാൽ, രാഷ്ട്രീയക്കാരെ, നിങ്ങളെങ്ങാനും ജയിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവിടെ സ്വജനപക്ഷപാതിത്വം പാടില്ല. ഇന്ന് ബഹുഭൂരിഭാഗം രാഷ്ട്രീയക്കാർക്കും അല്ലാത്തവർക്കും ഉള്ളത് എന്താ? ഒരു സ്വജനപക്ഷപാതമാണ്. ഞങ്ങളുടെ ആള്, ഞങ്ങളുടെ പാർട്ടിക്കാരൻ. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്കാരും നിങ്ങളുടെ പാർട്ടിക്കാരല്ലാത്തവരും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ അല്ലാഹ് പറയാണ്, ഫഹ്കുമൂ ബിൽ അദ്ൽ, നീതിയുടെ കൂടെ നിന്നോളണം, അല്ലാതെ പാർട്ടിയുടെ കൂടെ നിൽക്കരുതെന്നാണ്. നീതിയുടെ കൂടെ നിൽക്കണം, പാർട്ടിയുടെ കൂടെ അല്ല. ഇത്ര കൃത്യമായിട്ട് അല്ലാഹ് പറഞ്ഞിരുന്നു, ഫഹ്കുമൂ ബിൽ അദ്ൽ. ഇനി നീ ഒരു മുസ്ലിമാണ്, ഒരു മുസ്ലിം രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്നു വിജയിച്ചു, മുമ്പിൽ ഒരു കേസ് വരികയാണ്, ഒരു പ്രശ്നം വരികയാണ്. അവിടെ രണ്ടുപേര് തമ്മിൽ തർക്കത്തിലാണ്. ഒരു വിഭാഗം മുസ്ലിമാണ്, മറ്റൊരു വിഭാഗം ആ മുസ്ലിമാണ്. ആരുടെ കൂടെ നിൽക്കണം? ഞങ്ങളുടെ ആള് അല്ലല്ല. ഫഹ്കുമൂ ബിൽ അദ്ൽ, നീതി എവിടെയാണോ, നീതി മുസ്ലിമിന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, നീതി അമുസ്ലിമിന്റെ ഭാഗത്താണെങ്കിൽ അങ്ങനെ, നീതിയുടെ കൂടെയാണ് രാഷ്ട്രീയക്കാരൻ നിൽക്കേണ്ടത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നിട്ട് ഒരു താക്കീദിന്റെ സ്വരത്തിൽ, ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ, അല്ലാഹു എല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനും അത്രേ. അല്ലാഹ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സന്ദർഭത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചോക്കെ. രാഷ്ട്രീയക്കാരെ, അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ പടച്ചോൻ ഇങ്ങനെ സാഗൂതം അവനിങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ രഹസ്യമായി ഉണ്ടാക്കുന്ന ഡീലുകൾ, പരസ്യമായി ചെയ്യുന്നത് എല്ലാം 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 അല്ലാഹ് കാണുന്നു, അല്ലാഹ് കേൾക്കുന്നുണ്ട്. പിടിക്കുന്നൊരു ദിവസം വരും. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എത്രമേൽ മാന്യനായിരിക്കും. അങ്ങനെ ആകണ്ടേ നമ്മൾ? അല്ലാഹു അങ്ങനെ ആകാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ആയത്തിറങ്ങാനുണ്ടായ ഒരു സന്ദർഭം എപ്പോഴാണെന്നറിയോ നിങ്ങൾക്ക്? മക്ക വിജയവേള. അവിടെ ദിഗ്വിജയിയായി നിൽക്കുകയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബാലയത്തിന്റെ അടുക്കൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു ആഗ്രഹം, കഅബാലയത്തിന്റെ അകത്ത് കയറണം, കഅബയിലൊന്ന് നിസ്കരിക്കണം, എനിക്കൊന്ന് സുജൂദ് ചെയ്യണം. പുണ്യനബിയുടെ കൊതിയാണ്. എവിടെ താക്കോൽ? എവിടെ താക്കോൽ ചോദിക്കുമ്പോൾ യാ റസൂലല്ലാഹ്, അത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കയ്യിലാണ് നബിയെ. കഅബാലയത്തിന്റെ താക്കോൽ പണ്ട് മുതലേ സൂക്ഷിച്ചു വരുന്നത് ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബക്കാരാണ്, അവരുടെ കയ്യിലാണ് നബിയെ താക്കോൽ ഉള്ളത്. പക്ഷെ ഉസ്മാൻ ഇബ്നു ത്വൽഹ വിശ്വാസിയായിട്ടില്ല, അപ്പോഴും അവിശ്വാസിയാണ്. താക്കോല് പോയി വാങ്ങിക്കൊണ്ടുവരുമെന്ന്. അവിടെ ചെന്ന് ഉസ്മാൻ ഇബ്നു ത്വൽഹ താക്കോല് കൊടുക്കുന്നില്ല, പിടിച്ചു വലിച്ചു വാങ്ങിക്കൊണ്ടുവരികയാണ്. സ്വഹാബത്ത് കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ അകത്ത് കയറി നിസ്കരിച്ചു. എല്ലാം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട് രണ്ട് മനുഷ്യന്മാർ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഒരാള് സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ പിതൃവ്യനാണ്. ഒരാള് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, പുണ്യനബിയുടെ മരുമകനാണ്. ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബാലന്മാരിൽ ആദ്യത്തെ ആളാണ്.
ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിലേക്കുള്ള കവാടം അലിയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെയുള്ള അലിയാരാണ് കടന്നു വരുന്നത്. രണ്ടുപേരും ഞങ്ങൾക്ക് തരുവോ നബിയെ താക്കോല്, ഞങ്ങൾക്ക് തരുവോ? അപ്പോഴാണ് അല്ലാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്ത് നിന്ന് മനോഹരമായി ആയത്തിറങ്ങുന്നത്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. കൊടുക്കരുത് നബിയെ, അങ്ങനെ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആരും അങ്ങനെ ചെയ്തു പോകരുത്. ആ അമാനത്തെ ഏൽപ്പിച്ചു തന്നതാരാണോ അവരിലേക്ക് തന്നെ, അത് ഏത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും ഭൂരിപക്ഷമാണെങ്കിലും അവർക്ക് തന്നെ കൊടുക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രാഷ്ട്രീയക്കാരന്റെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരുന്നു, അവിടെ ഞങ്ങളുടെ പാർട്ടിയുണ്ട്, ഞങ്ങളുടെ പാർട്ടി അല്ലാത്തവരുണ്ട്. നിങ്ങളുടെ പാർട്ടിയല്ല നോക്കേണ്ടത്, അവിടെ നോക്കേണ്ടത് എന്താ? നീതി ഏത് പക്ഷത്താണ്? അമാനത്തേൽപ്പിച്ചത് ആരാണ്? അവരിലേക്ക് അത് തിരിച്ചേൽപ്പിക്കാൻ കഴിയണമെന്ന് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പടച്ചോൻ പറഞ്ഞു കൊടുക്കാൻ. മുത്തുനബിക്ക് മാത്രമല്ല, വരുന്ന സമൂഹത്തിന് മുഴുവനും പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയാണ്. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്നത് ദുർബലനാണ്. ഇവിടെ വിജയിച്ച് നിൽക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും. അധികാരം മുഴുവൻ ഇവിടെയാണ്. അവിടെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് നിൽക്കുന്നത്. അയാൾ പേടിച്ചു, വല്ലാതെ വിറച്ചു നിൽക്കാൻ. ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്നുണ്ട്, ഐന ഉസ്മാൻ ഇബ്നു ത്വൽഹ, ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെ? ഒന്ന് കൊണ്ടുവരാ. കൊണ്ടുവരുമ്പോഴും വല്ലാത്ത പേടിയാണ്, വരുന്നില്ല, പിടിച്ചു വലിച്ചാ കൊണ്ടുവരുന്നേ. പേടിയാണ്. കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് മുഴുവൻ വിജയിച്ചവരാണ്. ഞങ്ങളുടെ ആളുകൾ ഒരുപാട് ക്രൂരതകൾ ചെയ്തിട്ടുണ്ട് മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ക്രൂരമായി വേദനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത ആളുകൾ ഞങ്ങൾക്ക് മുമ്പിൽ വിജയശ്രീലാളിതരായി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ എന്റെ തലവെട്ടി കളയുമോ എന്നുള്ള പേടി സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ത്വൽഹ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഉസ്മാൻ അങ്ങനെ വരുമ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കയ്യങ്ങ് പിടിച്ചിട്ട് ആ താക്കോല് തിരിച്ചു വെച്ചു കൊടുക്കാൻ. അള്ളാഹുവിന്റെ കൽപ്പന ഇതാണ് ഉസ്മാൻ. ആ വൈകാരികമായ നിമിഷം എന്നിട്ട് പറയുന്നുണ്ട്, ഈ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഈ താക്കോല് തിരിച്ചു വാങ്ങിയാൽ അവൻ അക്രമികളിൽപ്പെട്ടവനാണെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. അത്രമേൽ വൈകാരികമായ നിമിഷം. അത് അപ്പുറത്ത് നിൽക്കുന്നത് വിജയിച്ച ആളുകളാണ്, അവരോടൊപ്പമാണ് അള്ളാഹു എന്നവർ പറയുന്നുണ്ട്. എന്നിട്ടും ന്യൂനപക്ഷമായ എനിക്ക് വേണ്ടി പടച്ചോൻ ആയത്തിറക്കുകയോ? അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഉസ്മാൻ ഇബ്നു ത്വൽഹ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ്. അവരൊറ്റ പ്രവർത്തനം. ഇസ്ലാമിന്റെ നീതി എത്രമേൽ കൃത്യമാണ് അല്ലേ? ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇന്നും കഅബാലയത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബക്കാരുടെ കയ്യിലാണ്. ഇന്നും സഊദി ഭരിക്കുന്ന രാജാവിന്, ഖാദിമുൽ ഹറമൈന് കഅബാലയം തുറക്കണമെങ്കിൽ, കഅബ കഴുകണമെങ്കിൽ ആ ഉസ്മാൻ ഇബ്നു ത്വൽഹയുടെ കുടുംബക്കാരുടെ മുമ്പിൽ പോയി താക്കോല് ചോദിക്കണം, എന്നിട്ടേ കഅബാലയത്തിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ. അത്രമേൽ നീതിയുക്തമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എത്രമേൽ കൃത്യമാണ്. ന്യൂനപക്ഷങ്ങളെ ചേർത്തു പിടിച്ച രാഷ്ട്രീയം. അതാണ് വഇദാ ഹക്കംതും ബൈനന്നാസ് ഫഹ്കുമൂ ബിൽ അദ്ൽ. നിങ്ങൾ നീതിയോടെ പെരുമാറണേ. ആരാണെങ്കിലും നിങ്ങൾ സ്വജനപക്ഷപാതം കാണിക്കരുതേ. നിങ്ങളുടെ ആളാണോ, നിങ്ങൾക്ക് വോട്ട് ചെയ്തവരാണോ, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. അമാനത്ത് നിങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആര് നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിച്ചു വന്നാലും, ആര് പ്രശ്നവുമായി വന്നാലും നിങ്ങൾ നീതിയോടൊപ്പം നിൽക്കണേ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇന്ന് ന്യൂനപക്ഷങ്ങളെ തഴയുന്ന കാലഘട്ടമാണ് അല്ലേ? വിദ്വേഷത്തിന്റെ കാലഘട്ടമാണ്. എന്തിനേറെ നമുക്ക് ദേഷ്യമുള്ള ഒരു സമൂഹത്തോട് പോലും അക്രമം ചെയ്യരുത് എന്നാണ്. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഒരുപാട് വേദനിപ്പിച്ച ഒരു സമൂഹം ഇങ്ങനെ മുമ്പിൽ വരുമ്പോ അവരിങ്ങനെ വല്ലാതെ ദേഷ്യത്തോടെ നിൽക്കുമ്പോ അല്ലാഹ് പറയാണ് അല്ലേ, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അല്ലാ തഅദിലൂ. നിങ്ങൾക്ക് ദേഷ്യമുണ്ടവരോട് എന്നതുകൊണ്ട് അക്രമം ചെയ്യാൻ നിങ്ങൾ മുതിരരുതേ. അല്ലാഹു റബ്ബുൽ ആലമീൻ. നമുക്ക് അവരോട് തർക്കിക്കാം, സംവദിക്കാം, പക്ഷെ നീതികേട് ചെയ്യരുതെന്നാണ് ഇസ്ലാം. എപ്പോഴും നീതിയുടെ പക്ഷത്താണ്. സ്വഹാബത്തിന് ഉപദേശിക്കണം, അങ്ങനെ നീതികേട് നിങ്ങൾ കാണിക്കരുത്. ഇത്രമേൽ മനോഹരമായ ഒരു രാഷ്ട്രീയ ശാസ്ത്രം എവിടെയാണുള്ളത്? ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും പലയിടങ്ങളിലും കാണാനില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എത്രമേൽ മനോഹരമായ സംഭവങ്ങൾ ഉണ്ടായേനെ അല്ലേ? ഇന്ന് ഇസ്ലാമോഫോബിയുടെ കാലഘട്ടം. ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ തഴയാൻ ആ വിഭാഗത്തിന്റെ മേൽ എത്രമേൽ മോശമായ ആരോപണങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഭരണകൂടത്തിനും മടിയില്ലാത്ത കാലഘട്ടം. ഒരു കുറ്റം സംഭവിച്ചാൽ നേരെ നോക്കുന്നത് പേരിലേക്കാണ്. ആര് ചെയ്തു? യഥാർത്ഥത്തിൽ നോക്കേണ്ടത് എന്ത് ചെയ്തു.
എന്ത് ചെയ്തു എന്നതിലേക്കാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ആയുധക്കടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തലപ്പാവ് കെട്ടിയ സിഖുകാരനുണ്ടെങ്കിൽ കുഴപ്പമില്ല. താഴത്തേക്ക് വരുമ്പോൾ ഒരു ഹൈന്ദവന്റെ പേര് കണ്ടാൽ കുഴപ്പമില്ല, പിന്നെ ഒരു ക്രൈസ്തവന്റെ പേര് കണ്ടാൽ കുഴപ്പമില്ല, ജൈനന്റെ പേര് കണ്ടാൽ കുഴപ്പമില്ല, എവിടെ ഒരു നസീർ കിടപ്പുണ്ടെങ്കിൽ ഇതാണ് കാരണം. ഇങ്ങനെ ഒരു അപരവൽക്കരണം പാടില്ല എന്നാണ്. നിങ്ങൾക്കൊരു സമൂഹത്തോട് ശത്രുതയുണ്ടെങ്കിൽ അവരെ ആക്രമിക്കാനുള്ള ടൂൾസ് നിങ്ങൾ എടുക്കരുത്, അങ്ങനെ നിങ്ങൾ ആകരുത് എന്ന് ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കണം. ഇപ്പൊ വേണ്ട, 50ഓളം ആളുകൾ നീറ്റ് എഴുതിയിട്ടാണ് മെറിറ്റിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത്. കശ്മീരിൽ മാതാ വൈഷ്ണവ് ദേവ് സെന്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന ആ മെഡിക്കൽ കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നത് നീറ്റ് എഴുതി പാസ്സായിട്ടാണ്, മെറിറ്റിൽ കിട്ടിയതാണ് അവർക്ക്. ആ 50 പേര് മുസ്ലിംകളായതുകൊണ്ട് മാത്രമല്ലേ അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരുന്നത്, അവരങ്ങോട്ട് കയറ്റാതിരുന്നത്. ഇതിനൊക്കെ ഭരണകൂടങ്ങൾ അതിൽ കാമാ പറയാതെ മിണ്ടാതിരിക്കുന്നൊരവസ്ഥ. ഇത് അപരവൽക്കരണമല്ലെങ്കിൽ പിന്നെന്താണ്? നീതിയോടെ നിങ്ങൾ പെരുമാറണം എന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇത് വെറുപ്പിന്റെ കാലം, വിദ്വേഷത്തിന്റെ കാലം. ഇവിടെ മുസൽമാന് നീതിബോധമുള്ളവന് പലതും ചെയ്യാനുണ്ട് എന്നാണ് അള്ളാഹു എത്രമേൽ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആര് ചെയ്തു എന്നതിലല്ല, എന്ത് ചെയ്തു എന്നതിലേക്ക് നോക്കാൻ. അവന്റെ മതം ഏതാണെന്നല്ല. രാജ്യത്തിനെതിരെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അത് രാജ്യത്തിന്റെ കണ്ണിലൂടെ കാണണം. ഇത് കൃത്യമായി പഠിപ്പിച്ചു തരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അവിടെയാണ് എല്ലാ ക്രൂരതയും ചെയ്തൊരു സമൂഹത്തിലെ ഒരു മനുഷ്യനാണ് താക്കോല് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു വൈമുഖ്യവും കൂടാതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചിട്ട് ആ കയ്യിലേക്ക്, ഇത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങളിത് സൂക്ഷിച്ചോളൂ എന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. അമാനത്ത് പ്രാധാന്യമുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ അമാനത്ത് നിർവഹിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് വോട്ട് ചെയ്യുക. ഇനി വോട്ട് ചെയ്യപ്പെടുന്ന ആൾ ഞാനിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്തിട്ടുള്ള അമാനത്ത് അത് ഞാൻ പൂർത്തീകരിക്കുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ടാകണം. പല നാടുകളിലും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 5 കൊല്ലത്തേക്ക് മെമ്പറിനെയോ അല്ലെങ്കിൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ MLA ആകട്ടെ MP ആകട്ടെ അവർ ഇലക്ട് ചെയ്യപ്പെട്ടിടത്തേക്ക് കാണൂല. വല്ലപ്പോഴും വല്ല പരിപാടിക്ക് വന്നു എന്നല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് കാണാനില്ല. അപ്പൊ അമാനത്ത് അവിടെ നഷ്ടപ്പെട്ടു പോകണം. അമാനത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. അമാനത്ത് നിർവഹിക്കുന്നവരാകണം നിങ്ങൾ. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമാക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് ഇനിയും നബിതങ്ങൾ പറയുന്നുണ്ട്. അമാനത്തിന് വിലയില്ലാത്ത കാലം അത് ഖിയാമത്തിനോട് അടുത്ത് വരുമ്പോഴാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏത് പാവപ്പെട്ടവരും ഏത് പ്രയാസം അനുഭവിക്കുന്നവനും ന്യൂനപക്ഷത്തിനും നീതി നടപ്പാക്കി കൊടുക്കണമെന്ന പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം എത്രമേൽ കൃത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല, സ്വഹാബത്തിന്റെ ചരിത്രം അല്ലേ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫലസ്തീൻ അവിടുത്തെ അധികാരത്തിലേക്ക് വരുമ്പോൾ, വീണ്ടും തിരിച്ചു പിടിക്കുമ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, അന്ന് ക്രൈസ്തവരും യഹൂദന്മാരും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു. എന്താ കരാറ്? നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കനീസകളിൽ ആരാധിക്കാം. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മുസ്ലിം ആ കനീസയിലേക്ക് കയറില്ല എന്ന് പോലും ഉമർ വാഗ്ദത്തം ചെയ്യുന്നു എന്നാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ചരിത്രമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ കണ്ണിൽ നിന്നൊന്ന് നോക്കിയാൽ ഡിസംബർ 6 കടന്നു വരികയാണ് അല്ലേ. നീതി നിഷേധത്തിന്റെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെച്ച വീണ്ടും ഒരാണ്ട് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഓർമ്മയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ബാബരി. ആ ബാബരിയുടെ മണ്ണിൽ എന്തെല്ലാം പണിതുയർത്തിയാലും, എത്ര വലിയ ധ്വജങ്ങൾ ഉയർത്തിയാലും, ഏത് കൊടികെട്ടി ഉയർത്താൻ നോക്കിയാലും അത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നെഞ്ചത്ത് നൽകുന്ന ചവിട്ടാണെന്ന് ഓരോ ഭാരതീയനും മനസ്സിലാക്കുകയാണ്. അവിടെ ഒരിക്കലും നീതിയല്ല സംഭവിച്ചിട്ടുള്ളത്, അനീതി മാത്രമാണ്. നീതി ഇൻഷാ അല്ലാഹ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മനുഷ്യനും എന്ന് പറയാതെ വയ്യ. എന്നാൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രഖ്യാപനം നിങ്ങൾ നോക്ക്. ഹദമാ അത അബ്ദുല്ലാഹ് ഉമർ അമീറുൽ മുഅ്മിനീൻ അഹ്ല ഈലിയ. ഈലിയക്കാരായ ആളുകളോട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാഗ്ദത്തം എന്താണ്? ഈലിയയിൽ താമസിക്കുന്നത് കൂടുതലും യഹൂദന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവരോട് പറയാം, നിങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയാണ്, നിങ്ങൾക്ക് ആരാധിക്കാം, നിങ്ങളുടെ ആചാരങ്ങളുമായി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. ഇസ്ലാമിക ഭരണം നടപ്പാകുന്നു എന്നതുകൊണ്ട് ഇതൊന്നും ഹനിക്കപ്പെടുകയില്ല. എത്രത്തോളം പോലെ തുഹ്ദമു, നിങ്ങളുടെ കനീസകൾ പൊളിക്കപ്പെടുന്നൊരവസ്ഥയുണ്ടാകില്ല, അതിന്റെ മേൽ ഞങ്ങൾ കൈവയ്ക്കില്ല, നിങ്ങൾക്ക് ആരാധിക്കാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ സന്ദർഭത്തിലാണ് ചർച്ച് ഓഫ് നേറ്റിവിറ്റി
യേശു ജനിച്ചു എന്ന് പറയപ്പെടുന്ന ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിലേക്ക് അസറിന്റെ സമയമാകുമ്പോൾ പാത്രിയാർക്കീസ് വിളിക്കുന്നത്, ഓ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് ഇവിടെ കയറി നിസ്കരിക്കണം, അങ്ങേക്ക് നിസ്കരിക്കാൻ സമയമായല്ലോ, ഞങ്ങളുടെ ചർച്ചിൽ കയറി നിസ്കരിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇല്ല, ഞാനില്ല. കാരണം പിന്നീടെങ്ങാനും ഉമറിന്റെ അനുയായികളിൽ ഒരാളെങ്കിലും അവകാശപ്പെട്ടാൽ ഇത് ഞങ്ങളുടെ ഉമർ നിസ്കരിച്ച സ്ഥലമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും അവകാശമുണ്ട് എന്നെങ്ങാനും അവർ പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അത്രമേൽ ന്യൂനപക്ഷങ്ങളുടെ വികാരങ്ങളെ പരിഗണിച്ച നേതൃത്വമാണ് ഇസ്ലാമിനുള്ളത് എന്ന്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പോലും പറഞ്ഞു വെച്ചത്, എത്ര വലിയ സ്വാതന്ത്ര്യമാണ് ഉമർ ആ ഇസ്ലാമിക ഭരണത്തിൽ ഇതര സമൂഹങ്ങൾക്ക് നൽകിയത്. അദ്ദേഹം പറഞ്ഞത് മോസ്റ്റ് ലിബറൽ ടേംസ് ഇല്ലേ, സർവതന്ത്ര സ്വാതന്ത്ര്യം, എല്ലാത്തിനും സ്വാതന്ത്ര്യം അത്രമേൽ വകവെച്ചു കൊടുത്തു എന്നാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹി കമാൻഡ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, എന്റെ ആദരവ് അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നു എന്നാണ്. എന്നിട്ട് ഉമറിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്, സ്വന്തം മകള് തെറ്റ് ചെയ്താലും അപരനായ ഒരാൾ തെറ്റ് ചെയ്തതിന് ശിക്ഷ നൽകുന്നത് പോലെ നൽകാൻ തയ്യാറായിരുന്നു അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞു വെക്കുന്നത്. അത് എവിടെ നിന്ന് പഠിച്ചതാണ്? സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളിൽ നിന്നാണ് ഉമറിനത് പകർന്നു കിട്ടിയത്. ഒരിക്കല് വലിയൊരു ഗോത്രത്തിലെ വലിയ തറവാടിയായ ഒരു സ്ത്രീ മോഷണക്കുറ്റം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിക്ഷ വിധിച്ചു. അപ്പോഴാണ് ശുപാർശക്ക് വേണ്ടിയിട്ട് ഒരാളെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പറഞ്ഞു വിടുന്നത്. തന്റെ പ്രിയപ്പെട്ട വളർത്തുമകനായിരുന്ന സെയ്ദിന്റെ മകൻ ഉസാമ റളിയല്ലാഹു അൻഹു, വളരെ ബന്ധമുണ്ട് റസൂലുള്ളാഹിയായിട്ട്, ഹിബ്ബു റസൂലില്ല എന്നാണ് അറിയപ്പെടുന്നത്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ടവൻ സയ്യിദുന ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ വന്നു റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് ശുപാർശ ചെയ്യാൻ, യാ റസൂലല്ലാഹ് ഒന്ന് വെറുതെ വിട്ടൂടെ? അപ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും മോഷണക്കുറ്റത്തിന്റെ അങ്ങേയറ്റമുണ്ടല്ലോ, അത് ഞാൻ നടപ്പാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. എന്റെ മകൾ ഫാത്തിമയാണെങ്കിലും ആ നീതിബോധം, എന്റെ ആളുകൾ തെറ്റ് ചെയ്താൽ ഞാൻ ശിക്ഷിക്കില്ല എന്നതല്ല. ആരാണോ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്, ആരാണോ പ്രയാസം അനുഭവിക്കുന്നത്, അതേത് മതക്കാരനാണെങ്കിലും അവൻ ഏത് പക്ഷമാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കണമെന്ന് പഠിപ്പിച്ച സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇത് ഇസ്ലാമിന്റെ സ്വഭാവമാണ്. ഇത് 4 ഖുലഫാക്കളിൽ മാത്രം നിന്നിട്ടില്ല. അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അവരുടെ കാലഘട്ടത്തിൽ കുറെ ആളുകൾ സൈന്യം പോകുന്നുണ്ട് റഷ്യയിലെ സമർക്കന്ദിലേക്ക്. അന്ന് സൈന്യാധിപൻ ഖുതൈബയുടെ നേതൃത്വത്തിൽ വലിയ യുദ്ധം നടക്കുകയാണ്. അപ്പൊ യുദ്ധം നടക്കുന്നതിന് മുൻപ് ആ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആ നാട്ടുകാരോട് അദ്ദേഹം പറയുന്നുണ്ട്, കുറെ വാഗ്ദാനങ്ങൾ കൊടുക്കാൻ, ഞങ്ങളുടെ അധികാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നാലിന്നതൊക്കെ ഞങ്ങൾ നടപ്പാക്കും. ആ വാഗ്ദാനത്തിൽ അവർ വീണു, ഈ സൈന്യത്തെ സഹായിച്ചു. അങ്ങനെ റഷ്യയിലെ ആ ഒരു ഭാഗം സമർക്കന്ത് ഇസ്ലാമിന്റെ അധീനതയിലായി, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ അധീനതയിലായി. പക്ഷെ ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല. അവസാനം നാട്ടുകാർ ഖലീഫയുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, ഖുതൈബ ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു, പക്ഷെ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല. അവിടുന്ന് ഒരു പ്രഖ്യാപനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എങ്ങോട്ടാണോ സൈന്യം വന്നത്, സൈന്യം പിടിച്ചടക്കിയത് എന്തൊക്കെയാണോ അതൊക്കെ തിരിച്ചാ നാട്ടുകാർക്ക് കൊടുക്കണം. സയ്യിദുനാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നമ്മൾ ചിന്തിച്ചു നോക്കി, എന്തെല്ലാം വാഗ്ദാനങ്ങൾ കേൾക്കുന്നുണ്ട്, എത്ര വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നുണ്ട് ഇലക്ഷനിൽ അല്ലേ? ഇലക്ഷന് വരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കുന്ന വലിയ ഒരു പേപ്പർ ഉണ്ട്, അതിൽ മുഴുവൻ വാഗ്ദാനങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, മോഹന വാഗ്ദാന സ്വപ്നങ്ങളൊക്കെ. ഇതിൽ എത്ര എണ്ണം നടപ്പാക്കുന്നുണ്ട്? പോട്ടെ, നടപ്പാക്കാൻ ശ്രമിക്കുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട്? അവിടെയാണ് അല്ലാഹ് പറയുന്നത്, ഫഹ്കുമൂ ബിൽ അദ്ൽ, നീതിയുള്ളവരാകണം. അല്ലാത്തവർ ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, അല്ലാഹ് എല്ലാം കാണുന്നുണ്ട്, അല്ലാഹ് എല്ലാം കേൾക്കുന്നുണ്ട്. വിടൂലട്ടോ മോനെ, അല്ലാഹ് ഇതൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലാഹ് ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, അല്ലാഹ് ഇതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. എത്ര മേൽ കൃത്യമാണ്. അപ്പൊ ഇവിടെ രാഷ്ട്രീയക്കാർക്കും നമുക്കും കൃത്യമായ നിലപാടുണ്ടെന്ന് പഠിപ്പിക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ്. ഈ നീതി എല്ലായിടത്തും നിലനിന്നിരുന്നു എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കടന്നു വന്ന രാജാക്കന്മാരിൽ ഒരാളാണ് മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫി. അദ്ദേഹത്തിന് 18-19 വയസ്സുണ്ടായിരുന്നുള്ളൂ. 18-19 വയസ്സ്. അദ്ദേഹം വലിയ മനോഹരമായ ഭരണം ഇവിടെ കാഴ്ചവെച്ചു. അപ്പോൾ തിരിച്ചു പോകേണ്ടി വരുന്ന സമയത്ത് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവർ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ആരാധിക്കുകയാണ്. അത് പാടില്ല എന്നുള്ളത് മുസൽമാൻ അറിയാം. പക്ഷെ അത്രമേൽ വലിയ സുന്ദരമായ ഭരണമൊന്നും അവർ ഇതുവരെ കണ്ടിട്ടില്ല. അത്രമേൽ മനോഹരമായ ഭരണം കാഴ്ചവെച്ചത് ഒരു മുസ്ലിം ഭരണാധികാരിയാണ്. അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് പോകുമ്പോൾ
മുഹമ്മദ് ബിൻ ഖാസിം അസ്സഖഫിയുടെ പ്രതിമയുണ്ടാക്കിയിട്ട് ആരാധിക്കുന്ന ഹൈന്ദവൻ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നാണ്. അത്രമേൽ മനോഹരമായ ഭരണം. മുസൽമാനാണോ മെമ്പർ, മുസൽമാനാണോ MLA, മുസൽമാനാണോ MP, മുസൽമാനാണോ ഭരിക്കുന്ന രാജാവ്, അവനിൽ നിന്ന് മാന്യതയില്ലാതെ പുറത്തു വരാൻ പാടില്ല എന്നാണ്. പലതും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, അതൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്നാണ് അല്ലേ. അപ്പൊ എല്ലാവരിലും ആ ബോധം ഉണ്ടായാൽ മതി. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യം അത്രമേൽ മനോഹരമാകണമെന്ന് ഈ രാജ്യത്തിന്റെ ശില്പികൾ പോലും ആഗ്രഹിച്ചിരുന്നു എന്നാണ്. 1947 അർദ്ധരാത്രി ഡോക്ടർ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. ഇന്ത്യയെ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാവങ്ങളെ, ഇന്ത്യയിലെ പട്ടിണിക്കാരെ, ഇന്ത്യയിലെ അഗതികളെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്നാണ്. To wipe every tears from every eyes. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കലാണ് ഒരു രാഷ്ട്ര നേതാവിന്റെ ഉത്തരവാദിത്വം എന്ന് പഠിപ്പിക്കുന്ന ഡോക്ടർ ജവഹർലാൽ നെഹ്റു. ഏതായാലും ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇലക്ഷനിൽ നിൽക്കുന്ന ആളുകളാകട്ടെ, വോട്ട് ചെയ്യുന്ന ആളുകളാകട്ടെ, ഈ സംഗതികളൊക്കെ മനസ്സിൽ ബോധ്യമായി ഉണ്ടാകണം. മാത്രമല്ല, ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടും എപ്പോഴും ഉണർത്തുന്നത് പോലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞാലും നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങൾ അറ്റുപോകാൻ പാടില്ല. എന്റെ പാർട്ടിക്കാരനല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മളൊക്കെ മനുഷ്യരാണ്, നമ്മളൊക്കെ സഹോദരങ്ങളാണ്. ആ ബോധ്യത്തിൽ തന്നെ ഇലക്ഷന് മുമ്പ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ സ്നേഹത്തോടെയുള്ള ചേർത്തുപിടിക്കലുകൾ നമുക്കിടയിൽ ഉണ്ടാകണം. ഇപ്പൊ SIR ഒക്കെ ഇങ്ങനെ നടപ്പായിക്കൊണ്ടിരിക്കുമ്പോൾ ആസാമിൽ സംഭവിച്ചതും ബീഹാറിൽ സംഭവിച്ചതും ഒക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്തിൽ നമുക്ക് ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് അതിപ്രാധാന്യമാണ്. അത് പാർലമെന്റിലേക്കുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ തന്നെയും ഇലക്ഷനുകളെല്ലാം പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ വോട്ടുകൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. എല്ലാവരും നിർബന്ധമായും വോട്ട് ചെയ്യണം. നമ്മുടെ ഐഡന്റിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്ത് ഇല്ല, ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യാൻ നമുക്ക് കഴിയണം. ഒരാളും ആ ഒരു വോട്ട് ചെയ്യാന്ന് പറയുന്ന നമ്മുടെ അവകാശത്തെ ഹനിക്കാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.